ആഞ്ജനേയ അക്കാഡമിക്സിന്റെ ഓൺലൈൻ ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. My name is 2G രഞ്ജിത്ത്. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് ഇന്ത്യയിൽ നിന്നും ഉണ്ടായിട്ടുള്ള ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഓപ്പറേഷൻസ് അല്ല എന്നുണ്ടെങ്കിൽ ഗവൺമെന്റ് ഓഫ് ഇന്ത്യയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുള്ള നമ്മൾ പഠിച്ചിരിക്കേണ്ട അറിഞ്ഞിരിക്കേണ്ട ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഓപ്പറേഷൻസ് നമ്മൾ കോഡിലൂടെ സെറ്റ് ചെയ്ത് പഠിക്കാനായിട്ട് പോകുന്നുണ്ട്. കോവിഡിന് ശേഷവും പിന്നെ 2023, 24, 25 കാലഘട്ടത്തിൽ ഇന്ത്യയിൽ നടന്നിട്ടുള്ളതും ഗവൺമെന്റ് ഓഫ് ഇന്ത്യയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുള്ള ഓപ്പറേഷൻസ് പരീക്ഷകളിൽ ഇപ്പോൾ സ്ഥിരം സാന്നിധ്യമാണ്. നമുക്ക് ഓരോന്നായിട്ട് കോഡിലൂടെ സെറ്റ് ചെയ്ത് പെട്ടെന്ന് തന്നെ പഠിക്കാം. അപ്പോൾ ക്ലാസ്സിലേക്ക് കടക്കുന്നതിന് മുന്നേ നിങ്ങളുടെ ക്ലാസ്സുകൾ നിങ്ങൾക്ക് ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. നിങ്ങളുടെ ക്ലാസ്സുകൾ റെഗുലറായിട്ട് നിങ്ങളിലേക്ക് എത്തുവാനായിട്ട് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ടെലഗ്രാം ചാനലിന്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ടാവും. അവിടെ ജോയിൻ ചെയ്തോളൂ. യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ ക്ലാസ്സിന്റെ ലിങ്കും ഞാൻ അവിടെ ഷെയർ ചെയ്യാറുണ്ട്. മാത്രമല്ല ഈ ക്ലാസ്സിന്റെയൊക്കെ PDF വേണം എന്നുണ്ട് എങ്കിൽ നിങ്ങൾ അവിടെ ചോദിച്ചാൽ മതിയാവും. എങ്കിൽ ക്ലാസ്സിലേക്ക് കിടക്കാം. അപ്പൊ നമ്മൾ ആദ്യം നോക്കാനായിട്ട് പോകുന്നത് ഓപ്പറേഷൻ ദോസ്ത്. ഓപ്പറേഷൻ ദോസ്ത് തുർക്കി സിറിയ എന്ന ഭാഗത്ത് ഭൂചലനം ഉണ്ടായി, എർത്ത് ക്യൂബ്. അപ്പോ ഇന്ത്യ അവിടെ നടത്തിയിട്ടുള്ള രക്ഷാ പ്രവർത്തനമാണ് ഓപ്പറേഷൻ ദോസ്ത്. കോഡിനായിട്ട് ഇങ്ങനെ ഓർത്തോളൂ. ദോസ്ത് എന്നാൽ കൂട്ടുകാരനാണ്. നമ്മള് കൂട്ടുകാരനുമായിട്ട് എന്തൊക്കെ പ്രവൃത്തിയിലായിരിക്കും കൂടുതൽ ഏർപ്പെടുന്നത്? സ്ഥിരം തർക്കം ഉണ്ടാവാറുണ്ട്. പക്ഷെ തർക്കമെല്ലാം കഴിയുമ്പോഴത്തേക്കും ഫ്രണ്ടാണ്, ചിരിക്കുമല്ലേ? അപ്പൊ ചിരിക്കുകയും തർക്കിക്കുകയും ചെയ്യുന്നത് ആരാണ്? ദോസ്തിനോടാണ്. യെസ്, ഓപ്പറേഷൻ ദോസ്ത്. തർക്കം എന്നാൽ തുർക്കി, ചിരിക്കുക എന്നാൽ സിറിയ. സിറിയയിലും തുർക്കിയിലും ഉണ്ടായിട്ടുള്ള ഭൂചലനവുമായി ബന്ധപ്പെട്ട് ഇന്ത്യൻ ഗവൺമെന്റ് നടത്തിയിട്ടുള്ള രക്ഷാപ്രവർത്തനമാണ്. അങ്ങനെയെങ്കിൽ ഓപ്പറേഷൻ ഗംഗ. ഗംഗയെ കുറിച്ച് പറയുമ്പോൾ പെട്ടെന്ന് നമ്മുടെ മനസ്സിൽ എന്താണ് ഓർമ്മ വരുന്നത്? ഗംഗ ഭയങ്കര റഷാണല്ലേ. വാരണാസിയിലൂടെയൊക്കെ ഒഴുകുന്ന നദി, കുംഭമേളയൊക്കെ നടക്കും. അപ്പൊ ജനങ്ങൾ ഭയങ്കര റഷാണ്, ഭയങ്കര കൂട്ടമാണ്. അത് മാത്രമല്ല ഗംഗ ശുദ്ധീകരണ പദ്ധതിയൊക്കെ നമ്മുടെ സെൻട്രൽ ഗവൺമെന്റിന്റെ ഭാഗത്തുനിന്ന് നടക്കുന്നുണ്ട്. അപ്പൊ വലിയ വലിയ ട്രെയിനിലാണ് ഗംഗാജലം കൊണ്ടുപോയിട്ട് ശുദ്ധീകരിക്കുന്നതെന്ന് കോഡിനായിട്ട് ഓർത്തോളൂ. ഗംഗ ഭയങ്കര റഷാണ്. ഗംഗാജലം ശുദ്ധീകരിക്കണമെന്നുണ്ടെങ്കിൽ വലിയ വലിയ ട്രെയിന് ആവശ്യമാണ്. റഷ് എന്നാൽ റഷ്യ, ഉക്രൈൻ എന്നാൽ ഉക്രൈന്. റഷ്യ ഉക്രൈൻ വാറുമായിട്ട് ബന്ധപ്പെട്ട് അവിടെ അകപ്പെട്ട് ഇന്ത്യയിലെ മെഡിക്കൽ സ്റ്റുഡൻസിനെ രക്ഷിക്കാനായിട്ടാണ് ഓപ്പറേഷൻ ഗംഗ എന്ന പദ്ധതി ഗവൺമെന്റ് ഓഫ് ഇന്ത്യയുടെ ഭാഗത്തു നിന്നും ഉണ്ടായത്. കോഡിനായിട്ട് ഇങ്ങനെയും ഓർത്തോളൂ. പുരാതന കാലത്ത് ഹിമാലയത്തിൽ നിന്നും ഉത്ഭവിക്കുന്ന നദിയായത് കൊണ്ട് തന്നെ ഗംഗയിൽ ധാരാളം ഔഷധ ഗുണം ഉണ്ട് എന്ന് വിശ്വസിച്ചിരുന്ന ആൾക്കാരും ഉണ്ടായിരുന്നു. എന്നാൽ ഇന്ന് അങ്ങനെയല്ല. അപ്പൊ ഔഷധം, മെഡിസിൻ അങ്ങനെയും കണക്ട് ചെയ്യാമല്ലോ. ഗംഗ റഷാണ്, ഉക്രൈൻ വേണം ജലം മാറ്റാൻ. റഷ്യ ഉക്രൈന് ഔഷധ ഗുണം എന്നാൽ മെഡിക്കൽ. ഇന്ത്യയിൽ നിന്നും അവിടെ അകപ്പെട്ടു പോയ മെഡിക്കൽ വിദ്യാർത്ഥികളെ രക്ഷിക്കാനായിട്ട് ഗവൺമെന്റ് ഓഫ് ഇന്ത്യയുടെ ഭാഗത്തു നിന്നും ഉണ്ടായ ഓപ്പറേഷൻ ആണ്. എങ്കിൽ ഓപ്പറേഷൻ ഫയർ ട്രയല്, DRI, ഡയറക്ടറേറ്റ് ഓഫ് റിസോഴ്സ് ഇന്റലിജൻസ്, DRI, ഇന്ത്യയിൽ നിന്നും, ഇന്ത്യയിലെ പല പോർട്ടുകൾ, നാവാഷേവ, മുന്ദ്രെ, തൂത്തുക്കുടി തുടങ്ങിയ പോർട്ടുകളിൽ നിന്നും ചൈനീസ് പടക്കങ്ങൾ പിടിച്ചെടുത്തു. ഏകദേശം 35 കോടിയോളം വില വരുന്ന ചൈനീസ് പടക്കങ്ങൾ പിടിച്ചെടുക്കാനായിട്ട് ഡയറക്ടറേറ്റ് ഓഫ് റിസോഴ്സ് ഇന്റലിജൻസ് ഇന്ത്യയിൽ നടത്തിയിട്ടുള്ള ഓപ്പറേഷന്റെ പേരാണ് ഓപ്പറേഷൻ ഫയർ ട്രയല്. ഫയർ ട്രയല്, ആ ഫയറിൽ തന്നെ ഉണ്ട് ചൈനീസ് വെടിമരുന്ന് പിടിച്ചെടുത്തു എന്നും ഓർത്തോളൂ. എങ്കിൽ ഓപ്പറേഷൻ സിന്ധു, ഇറാനും ഇസ്രായേലും തമ്മിൽ പ്രശ്നമുണ്ടായപ്പോഴത്തേക്കും അവിടെ അകപ്പെട്ട ഇന്ത്യക്കാരെ കൊണ്ടുവരാനായിട്ട് ഗവൺമെന്റ് ഓഫ് ഇന്ത്യ നടത്തിയ ഓപ്പറേഷനാണ് ഓപ്പറേഷൻ സിന്ധു. ഇങ്ങനെ ഓർത്തോളൂ. സിന്ധുവിനെ റിയലായും ഇറക്കിക്കൊണ്ടുവന്നു ഇന്ത്യൻസ്, ഇന്ത്യ ഗവൺമെന്റ്. സിന്ധുവിനെ റിയൽ എന്നാൽ ഇസ്രായേല്, ഇറക്കിക്കൊണ്ടുവന്നു എന്നാൽ ഇറാൻ. അങ്ങനെ കണക്ട് ചെയ്യാലോ. ഓപ്പറേഷൻ സിന്ധു, പഹൽഗാമിലെ തീവ്രവാദി ആക്രമണം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. അന്ന് 26ഓളം നിരപരാധികളാണ് തീവ്രവാദികൾ കൊന്നൊടുക്കിയത്. അഥവാ 26ഓളം സ്ത്രീകളുടെ നെറ്റിയിലെ സിന്ദൂരമാണ് ആ ദുഷ്ടന്മാർ മായ്ച്ചു കളഞ്ഞത്. ഇതേ തുടർന്ന് ഇന്ത്യൻ ആർമി പാകിസ്ഥാനിലുള്ള ടെററിസ്റ്റ് ബേസിൽ കയറി അങ്ങ് ചാമ്പി. ആ ഓപ്പറേഷന്റെ പേരാണ് ഓപ്പറേഷൻ സിന്ദൂർ. ഇന്ത്യൻ ആർമി അവരുടെ നെറ്റിയിൽ ഈ തീവ്രവാദികളെ കൊന്നൊടുക്കിയതിലൂടെ സിന്ദൂരം ചാർത്തി കൊടുത്തു. വളരെ അഭിമാനപൂർവമായിട്ടുള്ള ഓപ്പറേഷൻ ആയിരുന്നു ഓപ്പറേഷൻ സിന്ദൂർ. അങ്ങനെയെങ്കിൽ ഓപ്പറേഷൻ കൾനേമി, ഓപ്പറേഷൻ കള്ളസ്വാമി എന്ന് ഓർത്തോളൂ. ഉത്തരാഖണ്ഡിൽ ഒളിച്ചിരിക്കുന്ന കള്ളസ്വാമിമാരെ, ഫേക്ക് സാധുസിനെ പൊക്കാനായിട്ട് അവിടുത്തെ ഗവൺമെന്റ് ഏർപ്പെടുത്തിയ ഓപ്പറേഷനാണ് ഓപ്പറേഷൻ കൾനേമി. ഉത്തരയാണ് കണ്ടത് കള്ളസ്വാമിമാരെ, അതാണ് കൾനേമി. ഫേക്ക് സാധുസിനെ പൊക്കാനുള്ള ഏർപ്പാടാണ്. എങ്കിൽ ഓപ്പറേഷൻ സ്പൈഡർ വെബ്, ഉക്രൈന്റെ ഡ്രോൺ അറ്റാക്ക് ആണ്. സ്പൈഡർ എന്നാൽ, സ്പൈഡർ നീങ്ങുന്നത് എങ്ങനെയാണ്? ക്രെയിന് നീങ്ങുന്നത് പോലെയാണ് സ്പൈഡർ നീങ്ങുന്നത്, അല്ലെ? പതുക്കെ പതുക്കെ. എന്നാൽ സ്പൈഡറിന്റെ രൂപം എന്നാൽ ഡ്രോണിനെ പോലെയാണ്.
നമ്മൾ കല്യാണത്തിനൊക്കെ അല്ലെങ്കിൽ ഫിലിം ഷൂട്ടിനൊക്കെ മുകളിലൂടെ ഡ്രോൺ പറത്തുമല്ലേ, അത് നോക്കിയാൽ മതി. അത് സ്പൈഡറിന്റെ ആകൃതിയിലാണ് ആ ഡ്രോൺ ഇരിക്കുന്നത്. അപ്പോ ട്രെയിൻ നീങ്ങുന്നത് പോലെയാണ് നീങ്ങുന്നത്. അങ്ങനെ ഓർത്തോളൂ, ഉക്രൈന്റെ ഡ്രോൺ അറ്റാക്ക് ആണ് ഓപ്പറേഷൻ സ്പൈഡർ വെബ്. സ്പൈഡർ എന്നാൽ മുകളിലൂടെ ചിലന്തിയെ പോലെ പായുന്നത് എന്താണ്? ഡ്രോൺ ആണ്. അങ്ങനെ കണക്ട് ചെയ്യാലോ. അങ്ങനെയെങ്കിൽ ഓപ്പറേഷൻ ശിവ, ഇങ്ങനെ ഓർത്തോളൂ. ശിവൻ അമറും ദേഷ്യം വരുമ്പോ, ശിവൻ ദേഷ്യം വരുമ്പോ അമറും എന്ന് ഓർത്തോളൂ. യെസ്, അമർനാഥ് യാത്രയിലുള്ളവർക്ക് സേഫ്റ്റി നൽകാനായിട്ട് ഇന്ത്യൻ സെക്യൂരിറ്റി ഫോഴ്സിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുള്ള ഓപ്പറേഷനാണ് ഓപ്പറേഷൻ ശിവ. എങ്കിൽ ഓപ്പറേഷൻ മിഡ് നൈറ്റ് ഹാമർ, ഈ ഹാമർ എന്നാൽ ഈ ഹെച്ച് മാറ്റി കഴിഞ്ഞു കഴിഞ്ഞാൽ AMMER എന്നല്ലേ, അമേരിക്കയുടെ ആദ്യത്തെ ലെറ്റർ പോലെ. ഹാമർ എന്നാൽ ഹെച്ച്, അമേരിക്ക എന്ന് ഓർത്തോളൂ. അമേരിക്ക ഇറാന്റെ ന്യൂക്ലിയർ ഇൻഫ്രാസ്ട്രക്ചറിൽ നടത്തിയിട്ടുള്ള അറ്റാക്ക് ആണ് ഓപ്പറേഷൻ മിഡ് നൈറ്റ് ഹാമർ. മിഡ് നൈറ്റില് ഹാമർ കൊണ്ട് ചുറ്റി കൊണ്ട് അടിക്കും എന്നോർത്തോളൂ. അതിലെ ഹെച്ച് കഴിഞ്ഞു കഴിഞ്ഞാൽ അമർ എന്നാൽ അമേരിക്ക എന്നോർത്തോളൂ. അങ്ങനെ മിഡ് നൈറ്റിൽ ചുറ്റി കൊണ്ട് അടിക്കുമ്പോഴത്തേക്കും ഇറങ്ങി ഓടും. അതാണ് ഇറാനില് അമേരിക്ക USA നടത്തിയിട്ടുള്ള അവിടുത്തെ ന്യൂക്ലിയർ ഇൻഫ്രാസ്ട്രക്ചറിൽ നടത്തിയിട്ടുള്ള ഓപ്പറേഷനാണ് ഓപ്പറേഷൻ മിഡ് നൈറ്റ് ഹാമർ. ഇതിന് എതിരായിട്ട് ഇറാൻ തിരിച്ച് നൽകിയ റിപ്ലൈ ആണ് ഓപ്പറേഷൻ ബാഷർ അൽ ഫത്ത. മിഡ് നൈറ്റിൽ ഹാമർ കൊണ്ട് അടിച്ചു കഴിഞ്ഞാൽ ഇറാൻ ഭാഷയിൽ തെറി വിളിക്കും. അതാണ് ബാഷർ അൽ ഫത്ത, അതാണ് തെറി വിളിക്കുക. ഇറാൻ ഭാഷയിലാണ്. അപ്പൊ അങ്ങനെ ഓർത്തോളൂ, ഇറാൻ യുഎസിന് റിപ്ലൈ കൊടുത്തതാണ് ബാഷർ അൽ ഫത്ത. അങ്ങനെയെങ്കിൽ ഓപ്പറേഷൻ റൈസിംഗ് ലയൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാട്ടിലെ റിയൽ ആയിട്ടുള്ള കിങ് ആണല്ലേ, അങ്ങനെ കണക്ട് ചെയ്യാം. റിയൽ എന്നാൽ ഇസ്രായേലാണ് ഇറാനെതിരെ ലയണിനെ ഇറക്കിയത്. ഇസ്രായേല് ഇറാനെതിരെ ലയണിനെ ഇറക്കി എന്ന് ഓർത്തോളൂ. എങ്കിൽ തിരിച്ച് ഇറാൻ ഇതിനെതിരെ ഇറങ്ങി, പ്രോമിസ് ചെയ്തിട്ടാണ് ഇറങ്ങിയത്. ലോകനാർക്കാവിൽ അമ്മയാണേ, അല്ലേ, കളരി പരമ്പര ദൈവങ്ങളാണ്, ഇവനെ ഞാൻ പൂട്ടും, ഇത് സത്യം. അതാണ് ട്രൂ പ്രോമിസ് 3. അങ്ങനെ ലയണിനെ ഒതുക്കാൻ ഇറങ്ങി. അതാണ് ഇറാൻ എഗെയിൻസ്റ്റ് ഇസ്രായേൽ എന്നാൽ റിയൽ ലയൺ എന്നോർത്തോളൂ. അതാണ് റൈസിംഗ് ലയൺ, ഓപ്പറേഷൻ റൈസിംഗ് ലയണ്. ഇതിനെതിരെ പ്രോമിസ് കൊടുത്തിട്ട് ഇറങ്ങി. യെസ്, ട്രൂ പ്രോമിസ് 3 ഇറങ്ങിയത് ഇറാൻ ആണ്. ഇറാൻ ഇസ്രായേലിനെതിരെ നടത്തിയതാണ് ഓപ്പറേഷൻ ട്രൂ പ്രോമിസ് 3. അങ്ങനെയെങ്കിൽ വന്ദേ ഭാരത് മിഷൻ ബ്രിങ് ബാക്ക് ഇന്ത്യൻ സിറ്റിസൺ ഫ്രം എബ്രോഡ്. കോവിഡ് ടൈമില് അവിടെ അകപ്പെട്ട് പോയിട്ടുള്ള ഇന്ത്യൻ സിറ്റിസൺസിനെ ഇന്ത്യയിലേക്ക് കൊണ്ടുവരാനായിട്ട് നടത്തിയ ഓപ്പറേഷൻ ആണ്. അങ്ങനെ അകപ്പെട്ട് പോയിട്ടുള്ള സിറ്റിസൺസ് തിരിച്ച് നമ്മുടെ നാട്ടിൽ വരുമ്പോഴത്തേക്കും വന്ദേ ഭാരതത്തിനെ വണങ്ങിയിട്ടായിരിക്കും അല്ലേ അകത്തോട്ട് വരുന്നത്. അങ്ങനെ ഓർത്തോളൂ, വന്ദേ ഭാരത് ട്രെയിൻ അല്ല, ഇത് കോവിഡ് ടൈമിലെ ഓപ്പറേഷൻ ആണ് വന്ദേ ഭാരത് മിഷൻ. സിവിൽ ഏവിയേഷൻ നടത്തിയിട്ടുള്ള മിഷനാണ് വന്ദേ ഭാരത് മിഷൻ. അങ്ങനെയെങ്കിൽ ഓപ്പറേഷൻ സമുദ്ര സേതു, ഇന്ത്യൻ നേവി കോവിഡ് ടൈമില് മാലിദ്വീപിൽ അകപ്പെട്ടു പോയ ഇന്ത്യക്കാരെ കൂട്ടിക്കൊണ്ടുവരാനായിട്ട് നടത്തിയിട്ടുള്ള ഓപ്പറേഷനാണ് ഓപ്പറേഷൻ സമുദ്ര സേതു. നമ്മുടെ രാജ്യത്തിന്റെ പടിഞ്ഞാറൻ തീരത്ത് അടുത്തായി സ്ഥിതി ചെയ്യുന്ന രാജ്യം ഏത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് മാലിദ്വീപാണ്. അപ്പൊ തൊട്ടടുത്താണ്. സമുദ്രത്തിൽ നിന്ന് നമുക്ക് പടിഞ്ഞാറൻ തീരത്ത് ഒരു സേതു എന്നാൽ പാലമാണ്. ഒരു പാലം കെട്ടിക്കഴിഞ്ഞു കഴിഞ്ഞാൽ അവിടെ നിന്ന് കൂട്ടിക്കൊണ്ടുവരാം അല്ലേ. അതിന് ഇന്ത്യൻ നേവി ഇറങ്ങി എന്നും ഓർത്തോളൂ. അതാണ് സമുദ്ര സേതു. പടിഞ്ഞാറൻ തീരത്ത് തൊട്ടടുത്തായിട്ടുള്ളത് കടലിൽ അതിർത്തിയുള്ള രാജ്യമാണ് മാലിദ്വീപ്. അവിടെ നിന്ന് ജസ്റ്റ് സമുദ്രത്തിൽ ഒരു സേതു കെട്ടി ഇന്ത്യക്കാരെ കൂട്ടിക്കൊണ്ടുവന്നു. അങ്ങനെയെങ്കിൽ ഓപ്പറേഷൻ ഇന്ദ്രാവതി, ഹെയ്ത്തിയിലെ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ നടത്തിയിട്ടുള്ള രക്ഷാപ്രവർത്തനമാണ് ഓപ്പറേഷൻ ഇന്ദ്രാവതി എന്ന് ഓർത്തോളൂ. ഹെയ്ത്തി എന്നാണ്. തീ അണയ്ക്കണം എന്നുണ്ടെങ്കിൽ ഇന്ദ്രദേവൻ വേണം എന്ന് ഓർത്തോളൂ. ഇന്ദ്രൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇടിമിന്നലിന്റെ ദേവനല്ലേ. ഇടിമിന്നൽ എപ്പോഴും മഴയത്തായിരിക്കും വരുന്നത്. അപ്പോ ഇന്ദ്രാവതി, ഇന്ദ്രൻ ഇടിയും മിന്നലോട് കൂടിയും തീ അണച്ചു. ഹെയ്ത്തിയിലെ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ നടത്തിയിട്ടുള്ള ഓപ്പറേഷനാണ്. എങ്കിൽ ഓപ്പറേഷൻ കാവേരി, സുഡാനിലെ ആഭ്യന്തര കലാപത്തെ തുടർന്ന് അവിടെ അകപ്പെട്ടു പോയിട്ടുള്ള ഇന്ത്യൻ സിറ്റിസൺസിനെ നാട്ടിലേക്ക് തിരിച്ചെത്തിക്കാനായിട്ട് ഇന്ത്യൻ ആർമഡ് ഫോഴ്സ് നടത്തിയിട്ടുള്ള ഓപ്പറേഷനാണ് ഓപ്പറേഷൻ കാവേരി. ഇങ്ങനെ ഓർത്തോളൂ, സുഡാൻ എന്നാൽ ചൂടത്ത്, കാവേരി എന്നാൽ വരി, വേരി എന്നാൽ വരി, ക്യൂ എന്ന് ഓർത്തോളൂ. ചൂടത്ത് വരി നിൽക്കുന്നു. ചൂട് എന്നാൽ സുഡാന്, വരി എന്നാൽ കാവേരി. അങ്ങനെ കണക്ട് ചെയ്യാലോ. എങ്കിൽ ഓപ്പറേഷൻ അജയ് റിട്ടേൺ ഇന്ത്യൻ സിറ്റിസൺ ഫ്രം ഇസ്രായേല്. റിയൽ ഇന്ത്യൻ ജയിച്ചു വന്നു എന്ന് ഓർത്തോളൂ. റിയൽ എന്നാൽ ഇസ്രായേല്, ഇന്ത്യൻ എന്നാൽ അവിടെ പ്രശ്നങ്ങൾക്കിടയിൽ അകപ്പെട്ട ഇന്ത്യൻ സിറ്റിസൺ ജയിച്ചു വന്നു. എന്നാൽ ഓപ്പറേഷൻ അജയ് ആണ് ഇസ്രായേൽ അകപ്പെട്ടു പോയിട്ടുള്ള ഇന്ത്യൻ സിറ്റിസൺസിനെ തിരിച്ചെത്തിക്കാനായിട്ട് ഗവൺമെന്റ് ഓഫ് ഇന്ത്യ നടത്തിയിട്ടുള്ള മിഷനാണ്. എങ്കിൽ ഓപ്പറേഷൻ രാഹത്ത്, യമനിൽ അകപ്പെട്ടു പോയിട്ടുള്ള ഇന്ത്യൻ സിറ്റിസൺസിനെ തിരിച്ചെത്തിക്കാനായിട്ട് ഇന്ത്യൻ ആംഡ് ഫോഴ്സ് നടത്തിയിട്ടുള്ള ഓപ്പറേഷനാണ്. യമനിലും പ്രശ്നങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോ ഓപ്പറേഷൻ റാഹത്താണ്. യമന് കത്തെഴുതി എന്നോർത്തോളൂ. അതാണ് റാഹത്ത് യമൻ. കണക്ട് ചെയ്യാലോ.
അങ്ങനെയെങ്കിൽ ഓപ്പറേഷൻ സാഗർ ബന്ധു, കടലില് നമ്മുടെ ഏറ്റവും അടുത്തുള്ള രാജ്യം ഏത് എന്ന് ചോദിച്ചാൽ ശ്രീലങ്കയാണ്. നേരത്തെ ഞാൻ പറഞ്ഞത് പടിഞ്ഞാറൻ തീരത്താണ്. അതാണ് എന്നുണ്ടെങ്കിൽ നമ്മൾ എന്താണ് സമുദ്ര സേതു ഓപ്പറേഷനിലൂടെയാണ് കോവിഡ് ടൈമില് മാലിദ്വീപിൽ അകപ്പെട്ടു പോയിട്ടുള്ള ഇന്ത്യൻസിനെ തിരിച്ചു കൊണ്ടുവന്നത്. എന്നാൽ ഇത് സാഗർ ബന്ധു, സമുദ്ര തീരത്തിലെ നമ്മുടെ ഏറ്റവും അടുത്ത ബന്ധു ആര് എന്ന് ചോദിച്ചാൽ അത് ശ്രീലങ്കയാണ്. അവിടെ ദിത്വ സൈക്ലോൺ വന്നപ്പോഴത്തേക്കും ഇന്ത്യൻ ഗവൺമെന്റ്, ഇന്ത്യൻ എയർഫോഴ്സ് അവിടെ നടത്തിയിട്ടുള്ള രക്ഷാപ്രവർത്തനമാണ് ഓപ്പറേഷൻ സാഗർ ബന്ധു എന്ന് ഓർത്തോളൂ. എങ്കിൽ ഓപ്പറേഷൻ സുരംഗ, സുരംഗ എന്നാൽ തുരങ്കം എന്നോർത്തോളൂ. ഓപ്പറേഷൻ സുരംഗ തുരങ്കമാണ് എന്ന് ഓർത്തോളൂ. ഉത്തരാഖണ്ഡില് തുരങ്കത്തിനുള്ളിൽ അകപ്പെട്ടു പോയിട്ടുള്ള 41 ലേബേഴ്സ് ട്രാപ്പായിട്ടുള്ള അവരെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് നടത്തിയിട്ടുള്ള ഓപ്പറേഷനാണ് ഓപ്പറേഷൻ തുരങ്ക അല്ലെങ്കിൽ ഓപ്പറേഷൻ സുരംഗ. തുരങ്കത്തിൽ അകപ്പെട്ടു പോയിട്ടുള്ള 41 ലേബേഴ്സിനെ ഉത്തരാഖണ്ഡു എന്നും കണക്ട് ചെയ്തോളൂ. ഉത്തരാഖണ്ഡിലാണ് അകപ്പെട്ടത് ഓപ്പറേഷൻ സുരംഗ. ഇതിൽ അടുത്ത് നോക്കാനുള്ളത് ഓപ്പറേഷൻ ബ്ലാക്ക് ഫോറസ്റ്റ്, ഓപ്പറേഷൻ കാഗർ, ഓപ്പറേഷൻ സങ്കല്പ്. ഇത് മൂന്നും നക്സലുകളെ ഇല്ലാതാക്കാനായിട്ട് ഇന്ത്യൻ സെക്യൂരിറ്റി ഫോഴ്സിന്റെ ഭാഗത്തു നിന്നും വന്നിട്ടുള്ള ഓപ്പറേഷൻസ് ആണ്. ഇങ്ങനെ ഓർത്തോളൂ, ബ്ലാക്ക് ഫോറസ്റ്റ് എന്നാൽ കറുത്ത കാട്ടിൽ, ഓപ്പറേഷൻ കാഗർ എന്നാൽ കറുത്ത കാട്ടിലെ നഗരത്തിൽ നിന്നും നക്സലുകളെ ഒഴിപ്പിച്ചു എന്ന് സങ്കല്പിക്കാം. അതാണ് ഓപ്പറേഷൻ സങ്കല്പ്. ഇവ മൂന്നും മെയിൻ ആയിട്ട് ഛത്തീസ്ഗഡ്, ആന്ധ്രാപ്രദേശ് ഏരിയയിൽ നിന്നും നക്സലുകളെ ഇല്ലാതാക്കാനാണ്. അവിടെയാണ് ഏറ്റവും കൂടുതൽ രാജ്യത്ത് നക്സലുകൾ നിലനിൽക്കുന്നത്. ഓപ്പറേഷൻ ബ്ലാക്ക് ഫോറസ്റ്റ് എന്നാൽ എലിമിനേറ്റ് നക്സൽസ് ഛത്തീസ്ഗഡ് കരൺ ഗുട്ടാലു ഹിൽസിൽ നിന്നും ഒഴിപ്പിക്കാനാണ് ഓപ്പറേഷൻ ബ്ലാക്ക് ഫോറസ്റ്റ് വന്നത്. എങ്കിൽ ഓപ്പറേഷൻ കാഗർ, ഓപ്പറേഷൻ സങ്കല്പ് ഈ ഏരിയയിലുള്ള നക്സലുകളെ ഇല്ലാതാക്കാനായിട്ട് ഇന്ത്യൻ സെക്യൂരിറ്റി ഫോഴ്സിന്റെ ഭാഗത്തു നിന്നും വന്നിട്ടുള്ള ഓപ്പറേഷനാണ്. കോർഡിനേറ്റ് ഇങ്ങനെ ഓർത്തോളൂ, ബ്ലാക്ക് ഫോറസ്റ്റ് എന്നാൽ കറുത്ത ഫോറസ്റ്റിലെ, ഓപ്പറേഷൻ കാഗർ എന്നാൽ കറുത്ത ഫോറസ്റ്റിലെ നഗരത്തിൽ നിന്നും നക്സലുകളെ ഒഴിപ്പിച്ചു എന്ന് സങ്കല്പിക്കാം. അതാണ് ഓപ്പറേഷൻ സങ്കല്പ്. ഇങ്ങനെ കണക്ട് ചെയ്യാലോ. അങ്ങനെയെങ്കിൽ ഓപ്പറേഷൻ ബംബി ബക്കറ്റ്, ബംബി ബക്കറ്റ് അതിൽ തന്നെ ഉണ്ട്. ബക്കറ്റില് വെള്ളം നിറച്ചിട്ട് ഇന്ത്യൻ എയർഫോഴ്സ് ഫ്ലൈറ്റിൽ പോയി ഒഴിച്ചു എന്ന് ഓർത്തോളൂ. എവിടെ എന്നാൽ കാട്ടുതീ അണയ്ക്കാനാണ്. അപ്പൊ റീസെന്റ് ആയിട്ട് ഉത്തരാഖണ്ഡില് കാട്ടുതീ ഉണ്ടായപ്പോഴത്തേക്കും ഇന്ത്യൻ എയർഫോഴ്സ് ബക്കറ്റിൽ ജലം എടുത്തുകൊണ്ട് പോയി ഒഴിച്ച് കാട്ടുതീ അണച്ചു. അതാണ് ബംബി ബക്കറ്റ്. ഇന്ത്യൻ എയർഫോഴ്സ് ഉത്തരാഖണ്ഡിലെ വൈൽഡ് ഫയർ കാട്ടുതീ ഉണ്ടായ സമയത്ത് അവിടെ നടത്തിയിട്ടുള്ള മിഷനാണ്. എങ്കിൽ ഓപ്പറേഷൻ സ്വർണ, ആന്ധ്രാപ്രദേശിലെ സ്വർണ്ണമുഖി റിവറുമായി ബന്ധപ്പെട്ട് നടന്നിട്ടുള്ള ഓപ്പറേഷനാണ് ഓപ്പറേഷൻ സ്വർണ. അതിൽ തന്നെയുണ്ട് സ്വർണ എന്നാൽ സ്വർണ്ണമുഖി റിവർ കണക്ട് ചെയ്യാലോ. എങ്കിൽ ഓപ്പറേഷൻ മെറ്റ്മാക്സ്, നാർക്കോട്ടിക് കൺട്രോൾ ബ്യൂറോ യുടെ ഭാഗത്ത് നിന്നും വന്നിട്ടുള്ള ഒരു മിഷനാണ്. മെറ്റ്മാക്സ് എന്നാൽ ഈ ഡ്രഗ്സ് സപ്ലൈ ചെയ്യുന്ന ചെയിനിനെ ഇല്ലാതാക്കാനായിട്ട് കൊണ്ടുവന്ന ഒരു ഓപ്പറേഷനാണ്. ഡ്രഗ് സപ്ലൈ ചെയ്യുന്നവരെല്ലാം മാഡ് ആയിരിക്കും അല്ലേ, മാഡ് ആയിരിക്കും. ഇവന്മാര് മാക്സിമം എല്ലായിടത്തും ഡ്രഗ് സപ്ലൈ ചെയ്യും. അപ്പൊ അതിനെ ഒതുക്കാനാണ് ഓപ്പറേഷൻ മെറ്റ്മാക്സ്. ഇവരുടെ മാക്സിമം സപ്ലൈ ചെയിനെ കട്ട് ചെയ്യണം. എങ്കിൽ ഓപ്പറേഷൻ ഹൗക്ക് SBIയുടെ ഭാഗത്തു നിന്ന് വന്നിട്ടുള്ള ഒരു മിഷനാണ് എഗെയിൻസ്റ്റ് ഓൺലൈൻ ചൈൽഡ് സെക്ഷൽ എക്സ്പ്ലോയിറ്റേഷൻ. കുട്ടികളെ സെക്ഷൽ എക്സ്പ്ലോയിറ്റേഷൻ ഓൺലൈൻ വഴിയായിട്ട് ചെയ്യുന്ന ഫ്രോഡുകളെ കൂട്ടാനായിട്ട് SBI ഹൽക്കിനെ ഇറക്കും എന്ന് ഓർത്തോളൂ. ഹൽക്ക് എന്നാൽ അതിസേന പോലെയാണല്ലേ, ഭയങ്കര ഭീമാകാരനാണ്. ഈ ഫ്രോഡുകളെയൊക്കെ ഹൽക്കാണ് ഡീൽ ചെയ്യുന്നത്, ഇടിച്ച് സൂപ്പാക്കും എന്ന് ഓർത്തോളൂ. അപ്പോ ഓപ്പറേഷൻ ഹൗക്ക് എന്നാൽ ഹൽക്ക് എഗെയിൻസ്റ്റ് ഓൺലൈൻ ചൈൽഡ് സെക്ഷൽ എക്സ്പ്ലോയിറ്റേഷൻ. അങ്ങനെയെങ്കിൽ ഓപ്പറേഷൻ ബ്രഹ്മ, ഓപ്പറേഷൻ കരുണ, ഇത് രണ്ടും മ്യാൻമാറില് ഇന്ത്യ ഗവൺമെന്റിന്റെ ഭാഗത്തു നിന്നും നടന്നിട്ടുള്ള മിഷൻസ് ആണ്. ഓപ്പറേഷൻ ബ്രഹ്മ, ഓപ്പറേഷൻ കരുണ കോർഡിനേറ്റ് ഇങ്ങനെ ഓർത്തോളൂ. ബ്രഹ്മൻ എന്നാൽ സൃഷ്ടി അല്ലേ, ബ്രഹ്മൻ കരുണ കാണിക്കുന്നത് മാനോടാണ്, മനുഷ്യനോടാണ്. അതാണ് മ്യാൻമാർ. ഓപ്പറേഷൻ ബ്രഹ്മ ഇന്ത്യൻ എയർഫോഴ്സ് മ്യാൻമാറിൽ എർത്ത് ക്യുക്ക് ഭൂകമ്പം വന്നപ്പോഴത്തേക്കും അവിടെ നടത്തിയിട്ടുള്ള ഓപ്പറേഷൻ ആണ്. എങ്കിൽ ഓപ്പറേഷൻ കരുണ ഇന്ത്യൻ നേവി മ്യാൻമാറില് മുഖ ചുഴലിക്കാറ്റ് വന്ന സമയത്ത് അവിടെ നടത്തിയിട്ടുള്ള ഓപ്പറേഷൻ ആണ്. അപ്പൊ ഓപ്പറേഷൻ ബ്രഹ്മ എയർഫോഴ്സും ഓപ്പറേഷൻ കരുണ ഇന്ത്യൻ നേവിയാണ്. ബ്രഹ്മൻ കരുണ കാണിക്കുന്നത് മനുഷ്യനോടാണ് എന്ന് ഓർത്തോളൂ. എങ്കിൽ ബുനിയാൻ അൽ മർസൂസ്, പാകിസ്ഥാൻ ഇന്ത്യക്കെതിരെ നമ്മൾ അവിടെ ചെന്നിട്ട് അടി കൊടുത്തല്ലോ. ഓപ്പറേഷൻ സിന്ദൂർ ഒക്കെ നടത്തിയതിനു ശേഷം അവര് തിരിച്ച് ഇന്ത്യക്കെതിരെ നടത്തിയ ഓപ്പറേഷനാണ് ബുനിയാൻ അൽ മർസൂസ്. ഇങ്ങനെ ഓർത്തോളൂ. അവന്മാര് തിരിച്ച് ഈ ഓപ്പറേഷനായിട്ട് വന്നപ്പോഴത്തേക്കും ബുനിയാൻ, അവന്മാരുടെ ബനിയനും വലിച്ചു കീറി നമ്മൾ വൃത്തി കൊടുത്ത് തിരിച്ച് വിട്ടിട്ടുണ്ട് എന്ന് കോർഡിനായിട്ട് കണക്ട് ചെയ്തോളൂ. അതാണ് ബുനിയാൻ അൽ മർസൂസ്. പാകിസ്ഥാൻകാരന്മാര് ബനിയനും ഇട്ടിട്ടാണ് തിരിച്ചടിക്കാൻ വന്നത്. ബനിയനും വലിച്ചു കീറി തലയിൽ 2 അടിയും കൊടുത്ത് വിട്ടിട്ടുണ്ട്. എങ്കിൽ ഓപ്പറേഷൻ ഡീപ് മാനിഫെസ്റ്റ്, പാകിസ്ഥാനിൽ നിന്നുള്ള ഗുഡ്സ് ഇന്ത്യയിൽ ഡീപ്പായിട്ട് വരുന്നുണ്ട്. അപ്പൊ അതിനെ തടുക്കാനായിട്ട് ദുബായ് വഴിയാണ് ഡീപ്പായിട്ട് ഈ ഗുഡ്സ് വരുന്നത്. അപ്പോ ഓപ്പറേഷൻ ഡീപ് മാനിഫെസ്റ്റ് എന്നാൽ പാകിസ്ഥാനിൽ നിന്നും ഇനി അങ്ങനെ ഇവിടെ ഗുഡ്സ് വരണ്ട എന്ന് പറഞ്ഞ് അതിനെ ചെറുത്ത ഇന്ത്യ ഗവൺമെന്റിന്റെ ഓപ്പറേഷനാണ് ഓപ്പറേഷൻ ഡീപ് മാനിഫെസ്റ്റ്.
എങ്കിൽ ഓപ്പറേഷൻ സൈക്കിൾ 5, ഓപ്പറേഷൻ ചക്ര, ഇത് രണ്ടും CBI നടത്തിയിട്ടുള്ള മിഷൻസ് ആണ്. അപ്പോ സൈക്കിളിലും ചക്രം ഉണ്ടല്ലേ, വീലിന് ചക്രം എന്നല്ലേ പറയുന്നത്. അപ്പോ CBI സൈക്കിള് 5 സൈക്കിളില് ചക്രം ചവിട്ടിയാണ് ഈ കേസ് അന്വേഷിക്കാൻ വേണ്ടി പോകുന്നത്. ഇത് എന്തിനെതിരെ ഉള്ളതെന്ന് ചോദിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ സൈബർ ഫ്രോഡ്, മണി ലോണ്ടറിങ് ചെയ്യുന്നവരെ പൊക്കാനായിട്ട് CBI കൊണ്ടുവന്നാണ് ഓപ്പറേഷൻ സൈക്കിൾ 5, ഓപ്പറേഷൻ ചക്ര. അതിൽ തന്നെ ഇന്റർനാഷണൽ സൈബർ ഫ്രോഡ്സിനെ പൊക്കാനായിട്ട് ഓപ്പറേഷൻ ചക്ര കൊണ്ടുവന്നു എന്ന് ഓർത്തോളൂ. CBI ചക്രമുള്ള സൈക്കിളും ചവിട്ടിയിട്ടാണ് ഈ കേസ് അന്വേഷണത്തിന് പോയത്. അപ്പോൾ ചക്രം കൊടുത്തിരുന്നാലേ ഈ ഫ്രോഡുകളെ പിടിക്കാനായിട്ട് പറ്റൂ. അപ്പോൾ ഓപ്പറേഷൻ ചക്ര എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്റർനാഷണൽ സൈബർ ഫ്രോഡ്സിനെ ചക്രം കൊടുത്ത് പിടിച്ചു എന്നും, പിന്നെ 5 സൈക്കിളിലായിട്ട് പോയിട്ട് സൈബർ ഫ്രോഡ്സ്, മണി ലോണ്ടറിങ് ചെയ്യുന്നവന്മാരെ CBI കൂട്ടി എന്നും കണക്ട് ചെയ്ത് ഓർത്തോളൂ. അപ്പോ 5 സൈക്കിളില് ചക്രമുണ്ട്. അപ്പോ സൈക്കിൾ 5, ഓപ്പറേഷൻ ചക്ര, ഇത് രണ്ടും CBI. മമ്മൂക്കയെ ഓർത്താൽ മതി, മമ്മൂക്ക CBI ആയിട്ട് വന്ന സിനിമ ഓർമ്മയില്ലേ. എങ്കിൽ ഓപ്പറേഷൻ വീട് ഔട്ട്, വീട് വിട്ട് ഔട്ടാക്കുന്നത് എപ്പോഴാണ്? ഡ്രഗ് ട്രാഫിക്കിംഗ് നടക്കുമ്പോൾ. നാർക്കോട്ടിക് ഇസ് എ ഡർട്ടി ബിസിനസ് എന്നല്ലേ. അപ്പോ ഡയറക്ടോറിയൽ ഓഫ് റിസോഴ്സ് ഇന്റലിജൻസിന്റെ ഭാഗത്തു നിന്നും വന്നിട്ടുള്ള മിഷനാണ് ഓപ്പറേഷൻ വീട് ഔട്ട്. വീട് വിട്ട് ഔട്ടാക്കും ഡ്രഗ് ട്രാഫിക്കിംഗ് നടത്തിയാൽ, അങ്ങനെ കണക്ട് ചെയ്യാം. എങ്കിൽ ഓപ്പറേഷൻ ഒലീവിയ, ഒലീവ് റൈറ്റ്ലി ടർട്ടിൽ കാണപ്പെടുന്നത് ഒഡീസയിലാണ്. അപ്പൊ അവിടെ അതിന്റെ സംരക്ഷണത്തിനായിട്ട് അവിടെയുള്ള കോസ്റ്റ് ഗാർഡ് നടത്തിയിട്ടുള്ള മിഷനാണ് ഓപ്പറേഷൻ ഒലീവിയ. അതിൽ തന്നെയുണ്ട് ഒലീവിയ ഒഡീസ, ഒലീവിയ ഒഡീസ. ഒലീവ് ടർട്ടിൽ, റൈറ്റ്ലി ടർട്ടില് ആമകൾ കാണപ്പെടുന്നത് എവിടെയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒലീവ് ഒഡീസയിലാണ്. അപ്പൊ ഒലീവിയ മിഷൻ എവിടെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒഡീസ. അവിടെയുള്ള ഒലീവ് റൈറ്റ്ലി ടർട്ടിൽ ആമകളെ സംരക്ഷണത്തിനായിട്ട് അവിടെ കോസ്റ്റ് ഗാർഡ് കൊണ്ടുവന്നതാണ്. എങ്കിൽ ഓപ്പറേഷൻ അമാനത്ത്, ഓപ്പറേഷൻ ആഹത്ത്, ഓപ്പറേഷൻ നാർക്കോ, ഓപ്പറേഷൻ നന്നേ ഫരിസ്തേ, ഇതെല്ലാം വന്നിട്ട് റെയിൽവേ പ്രൊട്ടക്ഷൻ ഫോഴ്സിന്റെ ആണ്. ഓരോന്നായിട്ട് ഞാൻ കണക്ട് ചെയ്ത് പറഞ്ഞു തരാം. ഓപ്പറേഷൻ അമാനത്ത്, ട്രെയിനിൽ സഞ്ചരിക്കുമ്പോഴത്തേക്കും നമ്മുടെ ലഗേജ് ഒക്കെ മോഷണം പോകാനുള്ള ചാൻസ് ഉണ്ട്. അപ്പൊ നമ്മൾ ട്രെയിനിൽ നിന്ന് ഇറങ്ങി ലഗേജ് മോഷണം പോയി മാനത്ത് നോയിക്കൊണ്ട് നിൽക്കുന്ന സമയത്ത് റെയിൽവേ പോലീസ് വന്ന് രക്ഷിക്കും എന്നോർത്തോളൂ. അതാണ് അമാനത്ത്. മാനത്ത് സാധനവും പോയി നിൽക്കുമ്പോഴത്തേക്കും ട്രെയിൻ പാസഞ്ചേഴ്സിന്റെ ലോസ്റ്റ് ആയിട്ടുള്ള ലഗേജ് കണ്ടുപിടിച്ച് തരാനായിട്ട് RPF വരും. അങ്ങനെ കണക്ട് ചെയ്തല്ലോ അമാനത്ത് എന്നാൽ ലഗേജ് പോയി മാനത്ത്. എങ്കിൽ ഓപ്പറേഷൻ ആഹത്ത്, ഓപ്പറേഷൻ ആഹത്ത് എന്നാൽ ട്രെയിനിന്റെ അകത്ത് എന്ന് ഓർത്തോളൂ. ഓപ്പറേഷൻ നാർക്കോയും ട്രെയിനിന്റെ അകത്ത് എന്ന് തന്നെ ഓർത്തോളൂ. ഓപ്പറേഷൻ ആഹത്ത് എന്ത് എന്നാൽ ട്രെയിനിന്റെ അകത്ത് ഹ്യൂമൻ ട്രാഫിക്കിങ്, മനുഷ്യക്കടത്ത്, കുട്ടികളെ തട്ടിക്കൊണ്ടുപോകും, സ്ത്രീകളെ ദുരുപയോഗം ചെയ്ത് തട്ടിക്കൊണ്ടുപോകും. ഇങ്ങനെയുള്ള പരിപാടിയൊക്കെ ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ RPF വന്ന് പൂട്ടും. അതാണ് ഓപ്പറേഷൻ ആഹത്ത്. ട്രെയിനിന്റെ അകത്ത് മനുഷ്യക്കടത്ത് നടക്കില്ല. എങ്കിൽ ട്രെയിനിന്റെ അകത്ത് മറ്റൊന്നും നടക്കാതിരിക്കാൻ വേണ്ടിയിട്ട് RPF കൊണ്ടുവന്ന മറ്റൊരു മിഷനാണ് ഓപ്പറേഷൻ നാർക്കോ. ട്രെയിനിന്റെ അകത്ത് നാർക്കോട്ടിക് ആയിട്ടുള്ള, അല്ലാന്നുണ്ടെങ്കിൽ സൈക്കോട്രോപിക് സബ്സ്റ്റൻസ്, നമ്മുടെ വന്നിട്ട് വളരെ ഡേഞ്ചറസ് ആയിട്ടുള്ള ഡ്രഗ്സ് എല്ലാം കടത്തി കഴിഞ്ഞു കഴിഞ്ഞാൽ അത് പൊക്കാൻ വേണ്ടിയിട്ട് RPF കൊണ്ടുവന്ന മിഷനാണ് ഓപ്പറേഷൻ നാർക്കോ. അപ്പോ ട്രെയിനിന്റെ അകത്ത് 2 രീതിയിലുള്ള കടത്ത് നടക്കത്തില്ല. അകത്ത് മനുഷ്യക്കടത്ത് നടക്കത്തില്ല, നാർക്കോട്ടിക് സബ്സ്റ്റൻസും അകത്ത് കടത്താനായിട്ട് പറ്റത്തില്ല. അങ്ങനെ ഓർത്തോളൂ. എങ്കിൽ ഓപ്പറേഷൻ നന്നേ ഫരിസ്തേ, ഇങ്ങനെ ഓർത്തോളൂ. നന്നേ ഫരിസ്തേ എന്നാൽ ഞാനുണ്ട്, പരിതപിക്കണ്ട. ഇത് RPF ആണ് പറയുന്നതെന്ന് ഓർത്തോളൂ. ട്രെയിനിൽ സ്ഥിരം വന്നിട്ട് സ്റ്റേഷൻ വിട്ടൊക്കെ പോകുമ്പോഴത്തേക്കും പാരന്റ്സ് പോയി സാധനങ്ങളൊക്കെ മേടിക്കുമ്പോഴത്തേക്കും വണ്ടി എടുക്കും. പഴയ മലയാള സിനിമയിലൊക്കെ ഉണ്ട്. അപ്പോ കുട്ടികള് എന്നിട്ട് മിസ്സാവൂല്ലേ, ആ സമയത്ത് പാരന്റ്സ് കരയുമ്പോഴത്തേക്ക് RPF ഒന്ന് പറയും, ഞാനുണ്ട്, പരിതപിക്കണ്ട. അതാണ് നന്നേ ഫരിസ്തേ. റെയിൽവേ പ്രൊട്ടക്ഷൻ ഫോഴ്സ് മിസ്സായിട്ടുള്ള കുട്ടികളെ തിരിച്ച് കണ്ടുപിടിക്കാനായിട്ട് കൊണ്ടുവന്ന മിഷനാണ്. അപ്പൊ എന്തൊക്കെയാണ് നോക്കിയത്? ഓപ്പറേഷൻ അമാനത്ത്, മാനത്ത് നോക്കി സാധനം പോയി നിൽക്കുമ്പോഴത്തേക്കും റെയിൽവേ പോലീസ് വന്ന് ആ സാധനം എടുത്തു തരും. അതാണ് ഓപ്പറേഷൻ അമാനത്ത്. എങ്കിൽ ഓപ്പറേഷൻ ആഹത്ത്, ട്രെയിനിന്റെ അകത്ത് മനുഷ്യക്കടത്ത് നടക്കില്ല. എങ്കിൽ ഓപ്പറേഷൻ നാർക്കോ, ട്രെയിനിന്റെ അകത്ത് നാർക്കോട്ടിക് സബ്സ്റ്റൻസ് വിൽക്കാനായിട്ട് പറ്റത്തില്ല. എങ്കിൽ ഓപ്പറേഷൻ നന്നേ ഫരിസ്തേ, ഞാനുണ്ട്, പരിതപിക്കണ്ട എന്ന് RPF പറഞ്ഞിട്ട് കുട്ടിയെ കണ്ടെത്തി കൊടുക്കും. ഇതെല്ലാം റെയിൽവേ പ്രൊട്ടക്ഷൻ ഫോഴ്സിന്റെ ആണ് എന്നും ഓർത്തോളൂ. എങ്കിൽ ഇനി നോക്കാനുള്ളത് ജമ്മു കാശ്മീരിൽ ടെററിസ്റ്റുകൾക്കെതിരെ നടന്നിട്ടുള്ള കൗണ്ടർ അറ്റാക്ക് ആണ്. കോഡിനായിട്ട് ഇങ്ങനെ ഓർത്തോളൂ. സർവ്വശക്തിയും ഉപയോഗിച്ച് നടന്ന് കിൽ ചെയ്തു, സിമ്പിൾ ആയിട്ട് ബാഹുബലിയെ പോലെ. ഞാൻ ഓരോന്നായിട്ട് കണക്ട് ചെയ്തുതരാം. സർവ്വശക്തിയും ഉപയോഗിച്ച് എന്നാണ് ഓപ്പറേഷൻ സർവ്വശക്തി ആന്റി ടെററിസം. പൂഞ്ച് ഡിസ്ട്രിക്റ്റിലാണ് നടന്നിട്ടുള്ളത് ഈ അറ്റാക്ക്. എങ്കിൽ ഓപ്പറേഷൻ നാടാർ, നടന്നു കൊന്നു എന്നാണ്. ഓപ്പറേഷൻ നാടാർ ടെററിസ്റ്റുകൾക്കെതിരെയുള്ള കൗണ്ടർ അറ്റാക്ക് ആയിരുന്നു. ഇന്ത്യൻ ആർമിയുടെ ഭാഗത്തു നിന്നും കപ്പുവാർ ഏരിയയിലാണ് നടന്നിട്ടുള്ളത്. നടന്നു കൊന്നു, കിൽ ചെയ്തു എന്നാണ് പറഞ്ഞത്. ഓപ്പറേഷൻ കില്ലർ കൗണ്ടർ ടെററിസം അറ്റാക്ക് ആണ്. സോഫിയ സെക്ടറിലാണ് നടന്നിട്ടുള്ളത്. സിമ്പിൾ ആയിട്ടാണ് കൊന്നതെന്ന് പറഞ്ഞത്. യെസ്, ഓപ്പറേഷൻ പിമ്പിള് കൗണ്ടർ ടെററിസം അറ്റാക്ക് തന്നെയായിരുന്നു. ജമ്മു കാശ്മീരിലെ കേറാൻ പാടുള്ള സെക്ടറിൽ പോയി ഇവർ സേഫ് ആയിട്ടിരിക്കുകയാണ്.
എന്നാൽ അവിടെ കയറി സിമ്പിൾ ആയിട്ട് കൊന്നു. അതാണ് ഓപ്പറേഷൻ പിമ്പിള്. ഇന്ത്യൻ ആർമഡ് ഫോഴ്സിന്റെ ഭാഗത്തു നിന്നാണ് ഇത് ഉണ്ടായിട്ടുള്ളത്. എങ്കിൽ ബാഹുബലിയെ പോലെയാണ് സിമ്പിൾ ആയിട്ട് കൊന്നതെന്നാണ് പറഞ്ഞത്, സർവ്വശക്തി ഉപയോഗിച്ച്. ബാഹുബലി എന്നാൽ ഓപ്പറേഷൻ ബിഹാലി എന്നും ഓർത്തോളൂ. ജമ്മു കാശ്മീരിലെ ബിഹാലി സെക്ടറിലെ ടെററിസ്റ്റുകൾക്കെതിരെ നടന്നിട്ടുള്ള ഓപ്പറേഷൻ ആണ്. എങ്കിൽ ഓപ്പറേഷൻ സർവ്വശക്തി ആന്റി ടെററിസം ജമ്മു കാശ്മീരിലെ പൂഞ്ച് ഡിസ്ട്രിക്റ്റിൽ നിന്നാണെന്നുണ്ടെങ്കിൽ ഓപ്പറേഷൻ ശിവശക്തിയും ജമ്മു കാശ്മീരിൽ നടന്നിട്ടുള്ള മറ്റൊരു ആന്റി ടെററിസം അറ്റാക്ക് തന്നെയാണ്. ലഷ്കർ ഇ തൊയ്ബ ഭീകരന്മാരെ പൂഞ്ച് സെക്ടറിൽ വെച്ചിട്ട് വകവരുത്താൻ വേണ്ടി ഇന്ത്യൻ ആർമിയും ജമ്മു പോലീസും കൂടെ ചേർന്ന് നടത്തിയിട്ടുള്ള ഓപ്പറേഷനാണ് ഓപ്പറേഷൻ ശിവശക്തി. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് കോഡിലൂടെ നമ്മൾ സെറ്റ് ചെയ്ത് നോക്കിയിട്ടുള്ളത്. വളരെ ഇമ്പോർട്ടന്റ് ആണ്. പരീക്ഷയ്ക്ക് ചോദിക്കും, ഓരോ ഓപ്പറേഷനായിട്ട് ചോദിച്ച് ഇത് എന്തുമായിട്ട് ബന്ധപ്പെട്ടതെന്നൊക്കെ ചോദിക്കും. നിങ്ങൾ ഈ കോഡിലൂടെ സെറ്റ് ചെയ്ത് പഠിച്ചു വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മാർക്ക് നഷ്ടപ്പെടുത്തില്ല, ഞാൻ ഉറപ്പു നൽകുന്നു. അപ്പൊ ക്ലാസ് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഡിസ്ക്രിപ്ഷനിൽ ഞാൻ ടെലഗ്രാം ചാനലിന്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ടാവും, അവിടെ ജോയിൻ ചെയ്തോളൂ. ഇവിടെ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ ക്ലാസിന്റെ ലിങ്കും ഞാൻ അവിടെയും ഷെയർ ചെയ്യാറുണ്ട്. അപ്പൊ നിങ്ങൾക്ക് ക്ലാസ് മിസ്സാകത്തില്ല. അത് മാത്രമല്ല, ഈ ക്ലാസിന്റെ നോട്ട് വേണം എന്നുണ്ട് എങ്കിൽ അവിടെ ചോദിച്ചാൽ മതി, ഞാൻ PDF ആയിട്ട് അയച്ചു തരാം. അപ്പോ അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം. ദിസ് ഇസ് വിഷ്ണു ജി രഞ്ജിത്ത്. പഠിക്കൂ പഠിക്കൂ പഠിച്ചുകൊണ്ടിരിക്കൂ.